സിനിമാ നിർമ്മാതാവ് ജോബി ജോർജിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ്. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഇതാരാണ് പരാതി നൽകിയിരിക്കുന്നത്? കോട്ടയം സ്വദേശിയാണ്. കോട്ടയം കിടങ്ങൂർ സ്വദേശി പ്രകാശ് കുരുവിളാണ് പരാതിക്കാരൻ. അതായത് പല തവണകളായി പണം വാങ്ങി. ആദ്യമായി പണം വാങ്ങിയത് കോട്ടയം കുമരകത്തുള്ള സ്വകാര്യ റിസോർട്ട് വാങ്ങുന്നതിന് അഡ്വാൻസ് നൽകുന്നതിന് എന്ന പേരിൽ 5 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ്. പിന്നീട് ബാങ്ക് ഇടപാട് വഴി ഏതാണ്ട് 3,40,00,000 രൂപയോളം അല്ലാതെയും വാങ്ങി. അതായത് ബിസിനസ് പങ്കാളിയാക്കാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യാജ ഇമെയിലുകളും മറ്റും കാണിച്ചുകൊണ്ട് തനിക്ക് ഉന്നത ബിസിനസ് ബന്ധമുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് പണം വാങ്ങി എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇത് പ്രകാരം കടുത്തുരുത്തി പോലീസ് വഞ്ചന കുറ്റത്തിനടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ പ്രൊജക്ടുകൾ നടക്കാതെ വന്നതോടെ ജോബി ജോർജ് ഏതാണ്ട് 3 കോടി രൂപയോളം മടക്കി നൽകിയെന്നും ഈ എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട്. ഇരുവരും തമ്മിൽ നേരത്തെ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇരുവരും ഒരു തർക്കത്തിലെത്തിയതോടെ പിന്നീടൊരു കേസിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി 1,40,00,000 രൂപയോളം ജോബി ജോർജ് ഈ പ്രകാശ് കുരുവിളയ്ക്ക് നൽകേണ്ടതുണ്ട്. അത് നൽകാതെ വന്നതോടുകൂടിയാണ് ഇയാൾ കടുത്തുരുത്തി പോലീസിന് പരാതി നൽകുകയും തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അപർണ, കിടങ്ങൂർ സ്വദേശി പ്രകാശ് കുരുളയുടെ പരാതിയിലാണ് സിനിമാ നിർമ്മാതാവ് ജോബി ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ. മലപ്പുറം തിരൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തിരൂർ വെട്ടം സ്വദേശി 23-കാരനായ നിഖിലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. അനുമോദ് ചേരും വിവരങ്ങളുമായിട്ട്. തിരൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 23-കാരനാണ് അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. തിരൂർ വെട്ടം സ്വദേശിയായ 23-കാരനായ നിഖിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനുമോദ്, കേസിന്റെ പുറത്തു വരുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ്? അപർണ, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ പെൺകുട്ടിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തുടർന്ന് ചികിത്സ തേടുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിന് വീണ്ടും പരിശോധിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് അറിയുകയും തുടർന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. തുടർന്നാണ് കുട്ടിയുടെ മൊഴി പ്രകാരം നിഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ അറസ്റ്റ്. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. പോക്സോ അടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോൾ സുരക്ഷാ കേന്ദ്രത്തിലാണ് ഉള്ളത്. അപർണ, വെട്ടം സ്വദേശി നിഖിലാണ് റിമാൻഡിലായിരിക്കുന്നത്. CV അനുമോദ്.